ഇത് 2026 ഓഗസ്റ്റ് മാസം 3-ാം തീയതി തിങ്കളാഴ്ച വൈകുന്നേരം 6 മണി കഴിഞ്ഞു. അപ്പോൾ നമ്മളിവിടെ സുരക്ഷ പ്രമാണിച്ച് ഒരു ട്രാൻസ്ഫോമർ ഓഫ് ചെയ്തിട്ടുണ്ട് നമ്മുടെ തിരുവല്ല ഇലക്ട്രിക്കൽ ഡിവിഷന് കീഴിൽ. അപ്പോൾ നാട്ടുകാർ ഒരു തരത്തിൽ സമ്മതിക്കത്തില്ല, വെള്ളമില്ല, മൊബൈൽ ചാർജ് ചെയ്തിട്ടില്ല. അപ്പം ജീവനക്കാർക്ക് പോകാൻ ഭയമാണ്. ഇവിടെയൊക്കെ വെള്ളത്തിൻ്റെ അവസ്ഥ അറിയാമല്ലോ, മണിമലയാറാണ്. അപ്പോൾ ആ ട്രാൻസ്ഫോമറിൻ്റെ അടുത്തേക്ക് ഞാൻ നേരിട്ടൊന്ന് പോയി കാര്യങ്ങളൊന്ന് ബോധ്യപ്പെട്ടിട്ട് ആ ഏറിയ പരിശോധിച്ചിട്ട് ട്രാൻസ്ഫോമർ ചാർജ് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കാൻ വേണ്ടി എൻ്റെ സുഹൃത്ത് വിനോദിനോടൊപ്പം പോവുകയാണ്. അപ്പം ഇതാ എൻ്റെ CUG ഫോണാണ് അടിക്കുന്നത്. നാട്ടുകാർ വിളിക്കുന്നുണ്ട്, വെറുതെ പറയുന്നതല്ല. ഈ ട്രാൻസ്ഫോമറിൻ്റെ പരിധി ധാരാളം കൺസ്യൂമേഴ്സ് 3 ദിവസമായിട്ട് സപ്ലൈ ഇല്ല. അപ്പം തൽക്കാലം എടുക്കുന്നില്ല, എടുത്താൽ വെള്ളം മതി. അങ്ങനെ പോവുകയാണ്. ആൾക്കാരോട് നമ്മൾ ഫോണിൽ മറുപടി പറഞ്ഞാൽ ഒരു പരിധി കൂടുതൽ 3 ദിവസമൊക്കെ സപ്ലൈ ഇല്ലാതെ കിടക്കുകയാണ്. അവർക്ക് അവർ പറയുന്ന ന്യായമാണ്, മോട്ടർ വെള്ളമില്ല ടാങ്കിൽ, മൊബൈലെല്ലാം ഓഫാണ്. പലരും വീട്ടിൽ വന്നു, ട്രാൻസ്ഫോമറിന് ഏകദേശം അടുത്തെത്തി. ഞാൻ പൊതുവായിട്ട് എന്നെ വിളിക്കുന്ന ആൾക്കാർക്കും എല്ലാം ആ ട്രാൻസ്ഫോമറിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ കാണിക്കാം, അതെങ്ങനെയാണ് ചാർജ് ചെയ്യാൻ പറ്റുക. അപ്പോൾ ഇതിനു വേണ്ടി ധാരാളം കോളുകൾ വരുന്നുണ്ട്. എൻ്റെ പേഴ്സണൽ ഫോൺ ഞാൻ സൈലൻറ്റിൽ ഇട്ടിരിക്കുകയാണ്, അതുകൊണ്ടാണ് കോള് കാണാത്തത്. ആ ട്രാൻസ്ഫോമറിൻ്റെ അടുത്തെത്തി, കുട്ടിക്കാട് ട്രാൻസ്ഫോമർ. ഇതാണ് അവസ്ഥ. ഈ ട്രാൻസ്ഫോമറാണ് ഓഫ് ചെയ്ത് വെച്ചേക്കുന്നത്. ഇതിൻ്റെ ഫ്യൂസ് യൂണിറ്റ് കണ്ടില്ലേ, വെള്ളത്തിൽ ഇത് ചാർജ് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ DPR ബോക്സ്, ആ സ്ട്രീറ്റ് ലൈറ്റിൻ്റെ ബോക്സാണ് മുങ്ങിക്കുക. അപ്പോൾ ഇത് ചാർജ് ചെയ്യണമെന്ന് ആവശ്യപ്പെടുന്ന സുഹൃത്തുക്കൾ മനസ്സിലാക്കുക, ഇത് ചാർജ് ചെയ്യാൻ പറ്റുന്ന അവസ്ഥയിലല്ല. ഞാനിവിടെ തിരിച്ചു പോവാണ്. അപ്പം ഈ ഇപ്പോഴത്തെ ഈ അവസ്ഥ മനസ്സിലാക്കാം. മനഃപൂർവ്വം KCB ഒരു ട്രാൻസ്ഫോമർ ഓഫ് ചെയ്യാതെ ഇടാറില്ല. ഇതിനകത്ത് പൊതുപ്രവർത്തകർ പലരും വിളിച്ചു, പഞ്ചായത്ത് മെമ്പർ, വിവിധ ജനപ്രതിനിധികളൊക്കെ എന്നെ വിളിച്ചു. ശരിയാണ്, നമുക്ക് ബുദ്ധിമുട്ടുകൾ മനസ്സിലാവും. പക്ഷേങ്കിൽ ചില കാര്യങ്ങൾ നമുക്ക് സുരക്ഷയ്ക്ക് 1-ാം സ്ഥാനം കൊടുത്തുകൊണ്ട് നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. എൻ്റെ വിനീതമായ അഭ്യർത്ഥന, ഈ സാഹചര്യത്തിൽ നമ്മുടെ ജീവനാണ് പ്രധാനം. ആ ജീവൻ സുരക്ഷത ഉറപ്പിച്ചിട്ട് മതി വൈദ്യുതി. ജീവനുണ്ടെങ്കിലേ വെള്ളവും വൈദ്യുതിക്കും പ്രസക്തിയുള്ളൂ.